ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടം ഇനിയുമേറെ വർഷക്കാലം കാവി നിറത്തിൽ തന്നെ പുതഞ്ഞു കിടക്കും. 2014 മോദി തരംഗത്തിൽ നാമാവശേഷമായ UPA സർക്കാർ ഇനിയൊരു പതിറ്റാണ്ടെങ്കിലും കാത്തിരിക്കേണ്ടി വരും NDA സർക്കാരിന് ശക്തമായ ഒരു വെല്ലുവിളിയെങ്കിലും ഉയർത്താൻ. വിശകലനം എന്റേതല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പൾസ് തൊട്ടറിയുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ പ്രദീപ് ഗുപ്തയുടേതാണ്. പല പ്രമുഖ ഏജൻസികളും എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കാൻ മടിച്ചു നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ പാളിപ്പോകുമ്പോഴാണ് പ്രദീപ് ഗുപ്തയും അദ്ദേഹത്തിന്റെ ആക്സിസ് ബൈ ഇന്ത്യയും പുറത്തുവിടുന്ന കണക്കുകൾ കൃത്യമായി ലക്ഷ്യം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാധ്യമ ലോകവും രാഷ്ട്രീയ പാർട്ടികളും ഒരേപോലെ കാതോർക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. വെറും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ വരെ നേരിട്ടെത്തി നടത്തുന്ന കൃത്യമായ ഡാറ്റ വിശകലനമാണ് അദ്ദേഹത്തിന്റെ കരുത്ത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി പ്രവചിക്കുന്നതിൽ അദ്ദേഹം ഒരു അൾട്ടിമേറ്റ് അതോറിറ്റിയായി മാറിയതും അതുകൊണ്ട് തന്നെയാണ്. സ്വാതന്ത്ര്യാനന്തരം പതിറ്റാണ്ടുകളോളം രാജ്യം ഭരിച്ച കോൺഗ്രസ് യുഗത്തിന് സമാനമായി ചുരുങ്ങിയത് 2034 വരെയെങ്കിലും BJPയുടെ ഈ ജൈത്രയാത്ര തുടരുമെന്നാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ 17ഓളം സംസ്ഥാനങ്ങളിൽ ഭരണം നിലനിർത്തുന്ന BJPയുടെ കരുത്ത് കിഴക്കൻ ഇന്ത്യയുടെ സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് കൂടി പടർന്നു പന്തലിക്കുമ്പോൾ അത് പ്രതിപക്ഷ നിരകളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുകയാണ്. വീണ്ടെടുക്കാനാകാത്ത വിധം തകർന്നടിഞ്ഞ പ്രതിപക്ഷവും ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊപ്പം വളരുന്ന ഭരണശൈലിയും BJPക്ക് മുന്നിൽ 1/4 നൂറ്റാണ്ടിന്റെ ഭരണ സാധ്യതകളാണ് തുറന്നിടുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എതിർകക്ഷികൾക്ക് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാക്കും വിധം BJP യുഗം എങ്ങനെയാണ് രാജ്യത്ത് വേരൂന്നുന്നത് പ്രദീപ് ഗുപ്തയുടെ വിശകലനത്തിലൂടെ നമുക്ക് പരിശോധിക്കാം. 2014 ആരംഭിച്ച BJPയുടെ രാഷ്ട്രീയ ആധിപത്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചുരുങ്ങിയത് 20 വർഷമെങ്കിലും, അതായത് 2034 വരെയെങ്കിലും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിലയിരുത്തൽ. സ്വാതന്ത്ര്യാനന്തരം 1977 വരെ കോൺഗ്രസ് രാജ്യം ഭരിച്ച ദീർഘകാലഘട്ടത്തിന് സമാനമായ ഒരു രാഷ്ട്രീയ യുഗമാണ് BJPക്ക് ഇനി മുന്നിലുള്ളത്. ഒരു രാഷ്ട്രീയ തലമുറയുടെ മാറ്റത്തിന് സാധാരണയായി 2 പതിറ്റാണ്ടോളം സമയമെടുക്കുമെന്നാണ് അദ്ദേഹം ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ രാജ്യത്തെ 17 സംസ്ഥാനങ്ങളിൽ BJPക്ക് സ്വന്തമായി മുഖ്യമന്ത്രിമാരുണ്ട്. എന്നാൽ ഈ ആധിപത്യം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മികച്ച ഭരണമികവും പ്രകടനവും അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. വൻ വിജയങ്ങൾ എപ്പോഴും ജനങ്ങളിൽ വലിയ പ്രതീക്ഷകൾ സൃഷ്ടിക്കും. പാർട്ടി കൂടുതൽ ശക്തമാകുമ്പോൾ വേഗതയേറിയ വികസനം, മികച്ച ഭരണം, സാമ്പത്തിക വളർച്ച എന്നിവയിൽ ജനങ്ങളുടെ ആവശ്യങ്ങളും വർദ്ധിക്കും. ഈ ഉയർന്ന പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നാൽ മാത്രമേ അവർക്ക് ഭരണം നിലനിർത്താനാകൂ. തിരഞ്ഞെടുപ്പുകളിലെ ജയപരാജയങ്ങൾ കേവലം ഹിന്ദു മുസ്ലിം വോട്ട് ധ്രുവീകരണ വിഷയങ്ങളിൽ മാത്രമല്ല തീരുമാനിക്കപ്പെടുന്നത് എന്നും പ്രദീപ് ഗുപ്ത നിരീക്ഷിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ജനപ്രീതിയും ജനങ്ങളെ ആകർഷിക്കാനുള്ള കഴിവും അമിത് ഷായുടെ സംഘടനാ പാഠവുമാണ് പാർട്ടിയെ ഇത്രയും ശക്തമായി നിലനിർത്തുന്നത്. ഇതിനൊപ്പം RSS ശൃംഖലയുടെ വലിയ പിന്തുണയും BJPക്ക് കരുത്താകുന്നുണ്ട്. ഇന്ത്യൻ വോട്ടർമാർ വളരെ പ്രബുദ്ധരാണെന്നും സൗജന്യങ്ങൾക്കോ ക്ഷേമ പദ്ധതികൾക്കോ അപ്പുറം സദ്ഭരണത്തിനാണ് അവർ വോട്ട് ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പശ്ചിമ ബംഗാളിൽ BJP നേടിയ ചരിത്ര വിജയത്തെക്കുറിച്ചും അദ്ദേഹം ശക്തമായ നിരീക്ഷണം നടത്തി. ഈ വിജയം കേവലം ഒരു സംസ്ഥാന ഭരണം മാറിയത് മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക ദിശയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണെന്ന് അദ്ദേഹം പറയുന്നു. ബീഹാർ, ഒഡീഷ, അസം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രകൃതി വിഭവങ്ങളും തുറമുഖ സൗകര്യങ്ങളും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ അത് രാജ്യത്തിന്റെ വലിയ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന് കാരണമാകും. കിഴക്കൻ മേഖലയുടെ വികസന സാധ്യതകൾ കൃത്യമായി ഉപയോഗിച്ചാൽ അത് രാജ്യത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വഴി തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് ജനങ്ങൾക്കിടയിൽ വീണ്ടും വിശ്വാസ്യത വീണ്ടെടുക്കാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് പ്രദീപ് ഗുപ്തയുടെ പ്രധാന വിലയിരുത്തൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യം മികച്ച മുന്നേറ്റം നടത്തിയിട്ട് കോൺഗ്രസിന് ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കാത്തതിനെ കുറിച്ചും അവരുടെ ഭാവി സാധ്യതകളെ കുറിച്ചും പ്രദീപ് ഗുപ്ത മുന്നോട്ട് വയ്ക്കുന്ന വിശകലനം വളരെ വ്യക്തവും ആഴത്തിലുള്ളതുമാണ്. കോൺഗ്രസിന്റെ തിരിച്ചുവരവ് എന്തുകൊണ്ട് വൈകുന്നു എന്നതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി, കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവർ മുൻപ് ഭരണത്തിലിരുന്ന കാലത്തെക്കുറിച്ചുള്ള പൊതുജന ധാരണകളാണ്. ഇതിനെ അദ്ദേഹം ലെഗസി ഇഷ്യൂസ് അഥവാ പൈതൃക പ്രശ്നങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. മുൻകാലങ്ങളിലെ അഴിമതി ആരോപണങ്ങൾ, ഭരണസ്തംഭനം തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വോട്ടർമാരുടെ വിശ്വാസം നഷ്ടപ്പെടാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അത് തിരിച്ചു പിടിക്കാൻ നഷ്ടപ്പെട്ട സമയത്തിന്റെ ഇരട്ടി പ്രയത്നവും കാലതാമസവും ആവശ്യമാണ്. ആ വിശ്വാസരാഹിത്യത്തിന്റെ വിടവ് പൂർണ്ണമായി നികത്താൻ കോൺഗ്രസിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. രണ്ടാമതായി,
വോട്ടർമാരുടെ മാനസികാവസ്ഥയാണ്. നിലവിലെ സർക്കാരിനെതിരെ ജനങ്ങളിൽ നേരിയ ഭരണവിരുദ്ധ വികാരമോ വിമർശനങ്ങളോ ഉണ്ടായാൽ പോലും അതിശക്തമായ ഒരു ബദൽ മുന്നിലില്ലെങ്കിൽ വോട്ടർമാർ പെട്ടെന്ന് തങ്ങളുടെ പിന്തുണ മാറ്റില്ല. കേന്ദ്രത്തിൽ ഭരണം നയിക്കാൻ കോൺഗ്രസിന് പൂർണ്ണമായും സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം വോട്ടർമാരിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല. BJPയുടെ ബദലിനെ കുറിച്ച് ജനങ്ങളിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നിടത്തോളം കാലം ആളുകൾ ഭരണ തുടർച്ചയാണ് ഇഷ്ടപ്പെടുക. മൂന്നാമതായി പ്രതിപക്ഷ നിരയിലെ ഐക്യമില്ലായ്മയും വ്യക്തമായ ഒരു ദേശീയ മുഖത്തിന്റെ അഭാവവുമാണ്. പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലെ പരസ്പര അവിശ്വാസവും പ്രാദേശിക താല്പര്യങ്ങളും കാരണം വോട്ടർമാർക്ക് മുന്നിൽ ഒരു സുരക്ഷിത ബദലായി സ്വയം അടയാളപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഖ്യസാധ്യതകൾ വോട്ടുകൾ ഏകീകരിക്കാൻ സഹായിച്ചെങ്കിലും ദേശീയ തലത്തിൽ BJPയുടെ കരുത്തുറ്റ നേതൃത്വത്തിന് തുല്യമായ ഒരു കേന്ദ്ര ബിന്ദുവാകാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസിന് മുന്നേറ്റം അസാധ്യമാകുമോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് കൂടി അദ്ദേഹം നിഷ്പക്ഷമായി അഭിപ്രായപ്പെട്ടു. വോട്ടർമാരുടെ വികാരം മാറിയപ്പോൾ കോൺഗ്രസിന്റെ അജയ്യമായ ആധിപത്യം തകർന്നതുപോലെ ഭാവിയിൽ BJPയുടെ കാര്യത്തിലും മാറ്റങ്ങൾ വന്നേക്കാം. എന്നാൽ ദേശീയ തലത്തിൽ BJPയുടെ സ്ഥാനത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്താൻ കോൺഗ്രസിനോ മറ്റൊരു ദേശീയ ശക്തിക്കോ ജനങ്ങളെ ശരിക്കും ബോധ്യപ്പെടുത്താൻ ഇനിയും നിരവധി വർഷങ്ങൾ എടുത്തേക്കും. പ്രതിപക്ഷം തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ജനങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാവുന്ന ഒരു വ്യക്തമായ ഭരണമാതൃക മുന്നോട്ട് വയ്ക്കുകയും ചെയ്യാത്ത പക്ഷം വരും തെരഞ്ഞെടുപ്പുകളിലും BJPയുടെ ശക്തമായ അടിത്തറയെ ഇളക്കുക എന്നത് അവർക്ക് അങ്ങേയറ്റം കഠിനമായിരിക്കും. പ്രദീപ് ഗുപ്തയുടെ രാഷ്ട്രീയ വിശകലനങ്ങളുടെയും വോട്ടർമാരുടെ മനസ്സിനെ കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തണമെങ്കിൽ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടതും തിരുത്തേണ്ടതുമായ പ്രധാന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത് പൈതൃക പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമാണ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന മുൻകാലങ്ങളിലെ അഴിമതി ആരോപണങ്ങളും ഭരണസ്തംഭനവും ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ നെഗറ്റീവ് ഇമേജ് പൂർണ്ണമായി കഴുകിക്കളയാൻ പാർട്ടിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ വിശ്വാസ്യതയുടെ പ്രതിസന്ധി മറികടക്കുകയാണ് ആദ്യപടി. ഇതിനായി ഭൂതകാലത്തെ ന്യായീകരിക്കുന്നതിന് പകരം ജനങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന തരത്തിലുള്ള സുതാര്യവും പുതിയതുമായ ഒരു രാഷ്ട്രീയ ശൈലി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയണം. നഷ്ടപ്പെട്ട വോട്ടർമാരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ അത് നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടി സമയമെടുക്കുമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. വെറും ഒരു ഭരണവിരുദ്ധ വികാരത്തിൽ മാത്രം ആശ്രയിക്കാതിരിക്കുക. ഭരണകക്ഷിക്കെതിരെയുള്ള ചെറിയ നിരാശകളോ ഭരണവിരുദ്ധ വികാരമോ വോട്ടർമാരെ സ്വാഭാവികമായി തങ്ങളിലേക്ക് എത്തിക്കുമെന്ന ചിന്ത കോൺഗ്രസ് മാറ്റണം. ആളുകൾക്ക് നിലവിലെ സർക്കാരിനോട് ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടായാൽ പോലും അതിനേക്കാൾ മികച്ചതും സുരക്ഷിതവുമായ ഒരു ബദൽ മുന്നിലില്ലെങ്കിൽ അവർ വോട്ട് മാറ്റില്ല. തങ്ങൾ അധികാരത്തിൽ വന്നാൽ നിലവിലുള്ളതിനേക്കാൾ മികച്ച ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് സാധിക്കണം. BJPയേക്കാൾ മികച്ച സാമ്പത്തിക വളർച്ചയും വികസനവും തങ്ങൾ നൽകുമെന്ന ഉറപ്പ് ജനങ്ങളിൽ ഉണ്ടാക്കുകയാണ് പ്രധാനം. ശക്തവും സുസ്ഥിരവുമായ ഒരു ദേശീയ നേതൃത്വത്തെ ഉയർത്തിക്കാട്ടുക എന്നതാണ് കോൺഗ്രസ് അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. വോട്ടർമാർ എപ്പോഴും ശക്തവും സ്ഥിരതയുള്ളതുമായ നേതൃത്വത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. നരേന്ദ്രമോദിയുടെ ജനപ്രീതിക്കും അമിത്ഷായുടെ സംഘടനാ മികവിനും മുന്നിൽ കൃത്യമായ ഒരു ദേശീയ മുഖത്തെ പ്രതിഷ്ഠിക്കാൻ കോൺഗ്രസിന് ഇനിയെങ്കിലും കഴിയണം. തങ്ങളെ നയിക്കാൻ ശക്തനായ ഒരു നേതാവുണ്ടെന്ന സന്ദേശം രാജ്യത്തുടനീളമുള്ള വോട്ടർമാരിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ മാത്രമേ BJPയുടെ മാനസിക മേധാവിത്വത്തെ വെല്ലുവിളിക്കാൻ കോൺഗ്രസിന് സാധിക്കൂ. ഇനി പറയാനുള്ളത് വോട്ടർമാരുടെ വർദ്ധിച്ചു വരുന്ന പ്രതീക്ഷകളെ മുതലെടുക്കാനുള്ള കഴിവിനെ കുറിച്ചാണ്. BJPയുടെ തുടർച്ചയായ വിജയങ്ങൾ ജനങ്ങളിൽ വലിയ പ്രതീക്ഷകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഉയർന്ന പ്രതീക്ഷകൾ ഭാവിയിൽ BJPക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന് പ്രദീപ് ഗുപ്ത നിരീക്ഷിക്കുന്നുണ്ട്. ഈ സാഹചര്യം കോൺഗ്രസ് കൃത്യമായി ഉപയോഗപ്പെടുത്തണം. ഭരണകക്ഷിയുടെ പ്രകടനം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിടവുകൾ എന്തൊക്കെയെന്ന് കണ്ടെത്തുകയും ആ ദൈനംദിന പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണം. ഭാവി മുദ്രാവാക്യങ്ങൾക്കപ്പുറം സദ്ഭരണത്തിന്റെ കൃത്യമായ മാതൃകകൾ വോട്ടർമാർക്ക് മുന്നിൽ വെക്കാൻ കോൺഗ്രസിന് കഴിയണം. ഇനി കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം യോജിച്ചതും സുരക്ഷിതവുമായ ഒരു പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കാനുള്ള കഴിവ് നേടിയെടുക്കുക എന്നതാണ്. പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലെ പരസ്പര അവിശ്വാസവും പ്രാദേശിക താല്പര്യങ്ങളും വോട്ടർമാരിൽ വലിയ അനിശ്ചിതത്വമാണ് ഉണ്ടാക്കുന്നത്. പ്രാദേശിക കക്ഷികളെ കൃത്യമായി കൂടെ നിർത്താനും വോട്ടർമാർക്ക് മുന്നിൽ രാജ്യം ഭരിക്കാൻ കെൽപ്പുള്ള ഒരു യോജിച്ച സഖ്യമായി സ്വയം അടയാളപ്പെടുത്താനും കോൺഗ്രസ് നേതൃത്വം നൽകണം. അവിശ്വാസത്തിന്റെ നിഴലില്ലാത്ത ഒരു സുരക്ഷിത ബദലാണ് തങ്ങളെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇനിയും കഠിനമായി വർഷങ്ങളോളം അധ്വാനിച്ചാൽ മാത്രമേ കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി വീണ്ടും തിരിച്ചെത്താൻ സാധിക്കൂ.
എന്താണ് പ്രദീപ് ഗുപ്തയുടെ നിരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? BJPക്ക് ബദലായി വീണ്ടും ജനമനസ്സുകളിലേക്ക് തിരിച്ചു വരാൻ കോൺഗ്രസിന് സാധിക്കുമോ? അത് അനിവാര്യമാണോ അതോ അനാവശ്യമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.